പലർക്കും തോന്നലുകൾ വന്നിട്ടുണ്ടാവും. നമ്മളൊക്കെ UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികളാണ്, മുസ്ലിം ലീഗിന്റെ ആൾക്കാരാണ്, അതുകൊണ്ട് കർണാടകയിൽ നടക്കുന്ന അനീതിക്കെതിരെ സംസാരിക്കുകയില്ല എന്ന്. പക്ഷേ ഞാൻ പറയുന്നു, സത്യങ്ങൾ വിളിച്ചു പറയാൻ ആരുടെയും ഒത്താശയോ അനുകമ്പയോ നമുക്ക് വേണ്ട. സത്യങ്ങൾ സത്യസന്ധമായി തന്നെ പറയും. അനീതി എവിടെ കണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് കണ്ടാൽ അതിനെതിരെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പോലുള്ള സാധാരണ ആൾക്കാർ സംസാരിക്കും. അതിൻ്റെ ആരുടെയും ഒക്കാലത്ത് വേണ്ട. കർണാടകയിലാണെങ്കിലും UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും അനീതി കണ്ടാൽ ഇവിടെയുള്ള സത്യസന്ധമായി അവതരിപ്പിക്കുന്ന ചാനലുകൾ, യൂട്യൂബിന്റെ ആൾക്കാരൊക്കെ സംസാരിക്കുന്നു, സോഷ്യൽ മീഡിയ സംസാരിക്കുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യത്തെ വളച്ചുകൊണ്ട് കൃത്യമായി കർണാടകയിലെ ബാംഗ്ലൂരിലെ എലങ്കയിൽ മുസ്ലിങ്ങളെ മാത്രം അവിടെ കുടിയൊഴിപ്പിച്ചു എന്നുള്ള കള്ളവാർത്ത പ്രചരിപ്പിക്കുന്നത് അവർ ഇവിടെയുള്ള കേരളത്തിൽ നടക്കാൻ പോകുന്ന വോട്ട് ബാങ്ക് മുസ്ലിം പ്രീണനം ലക്ഷ്യമാക്കിക്കൊണ്ട് മാത്രമാണ്. കർണാടകയിൽ എല്ലാവർക്കും അറിയാം, അവിടെ എലങ്കയിൽ താമസിക്കുന്നവർ മുസ്ലിങ്ങൾ മാത്രമല്ല, അവിടെയുള്ളവർ എല്ലാവരുമാണ്.